ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത് ഐലൻഡ് സർവൈവൽ എവോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഗെയിമാണ്. ഓക്കെ, നമ്മളത് എടുത്തിട്ടുണ്ട്. മെയിൻ മെനു, ന്യൂ ഗെയിം, ക്രിയേറ്റ് മൂവ്, ലോഡ്, മൾട്ടിപ്ലെയർ, മോർ ഗെയിം. നമുക്ക് ന്യൂ ഗെയിമിൽ ക്ലിക്ക് ചെയ്യാം. അതെന്തൊരു ബ്ലാക്ക് സ്ക്രീൻ. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇതാണ്. നമുക്ക് വായിച്ചു നോക്കാം. 2027 ഹ്യൂമൻ കൈൻഡ് ആസ്പോ പ്ലാനറ്റ് എർത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഹ്യൂമൻ കൈൻഡ് ഇപ്പോൾ മാറിപ്പോയായിരുന്നു. പിന്നെ നേച്ചറിനെ കോൺകേഴ്സ് ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത് വെക്കാം. പക്ഷേ ആ ഒരു കോൺകർ നേച്ചറിനെ അതിൻ്റെ കോൺസിക്വൻസസിലേക്ക് ആക്കി മാറ്റി. പോയിസണസ് ആയിട്ടുള്ള ഫ്യൂംസും സ്ലാഗ്സും അറ്റ്മോസ്ഫിയർ മുഴുവനുമായി. എല്ലാവരും ഈ വേൾഡിൽ അല്ലാതെ കുറേ അധികം ആൾക്കാർ മിസറബിൾ എക്സിസ്റ്റൻസിലേക്ക്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാ? We were trying to cope with professional purification plants, but their power was not enough. അവർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സിൻ്റെ പവർ ഒന്നും പോലും. പക്ഷേ അവരെ നമ്മൾ പുതിയ എന്തോ സാധനം റൈഡിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെരി റേഡിയം വാല്യൂബിൾ ആയിട്ടുള്ളൊരു മിനറൽ വെച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. പക്ഷെ റൈഡിയം ഇത് നമുക്ക് വേണ്ടി കുറേ അധികം വേഗത്തിൽ കിട്ടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. നമുക്ക് വേഗം തന്നെ മാറ്റിക്കളയേണ്ടി വരും. പിന്നെ മാൻകൈൻഡ് എംബ്രഡ്രോൺ ക്വസ്റ്റ് ഫോർ ന്യൂ പ്രോസസ്സസ്. പിന്നെ ഡിസ്പേഴ്സ് നമുക്ക് വേഗം തന്നെ മാറ്റിക്കൊണ്ട് പോവാം. അതാണ് നല്ലത്. ഓക്കെ, ഇതെന്താ ഹീറോ വെള്ളത്തിൽ വീണോ? അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇതെന്താ ബോഡിയിലുള്ള കുറച്ച് മാർക്സൊക്കെ ഇനി മറ്റേ ഫാൻറ്റനം വല്ലതും ആണോ? ഇനി നമ്മളിനി ഈ ഐലൻഡിലേക്ക് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് കുറേ ഉണ്ടെന്ന് കേട്ടോ. ലെഫ്റ്റ് സൈഡ് മൂവ് ചെയ്യുക. ഓക്കെ, ക്യാരക്ടറിനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കാണിച്ചു. ഓക്കെ, എന്താ വീണ് എന്താ വീണ് തീരെ ജസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നില്ല. ജസ്റ്റിനകത്ത് എന്തോ സംഭവം ഉണ്ടെന്ന്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് മാർക്കൊക്കെ ഉണ്ട്. അല്ല, ആക്ഷൻ ബട്ടൺ ഉണ്ട്. രണ്ട് സ്റ്റിക്ക്, ഒരു റോപ്പ്, നാവിഗേഷൻ ബട്ടൺ യൂസ് ചെയ്ത് ബാക്ക്. ഓക്കെ, പിന്നെ അത് പിന്നെ ഓക്കെ വേഗം തന്നെ നമ്മുടെ പണികൾ ചെയ്യണം. ഇതിൻ്റെ ബോർഡ് നിർത്തുന്നത് പോലെ ഗൂഗിളെന്ന് പറഞ്ഞിട്ടാണ് അത് ഐറ്റം ടൈപ്സിനും തമ്മിലുള്ളതാണ് വ്യത്യാസം. നമ്മുടെ ഫുള്ള് ഇതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗെയിം സേവ് ആവുന്നതല്ല കേട്ടോ. സേവ് ആവുന്നില്ല. അത് പിന്നെ നമുക്ക് പുതിയ ക്രാഫ്റ്റ് ഐറ്റം ഇതും ചെയ്യാനുണ്ട്. ടൈമ് ബക്കറ്റ്. ഓക്കെ, നമുക്ക് പുതിയ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ഇപ്പോൾ തന്നെ കണ്ടായിരുന്നു. ക്രാഫ്റ്റ് ചെയ്യാം. എന്താ അഡ്രസ്സിൻ്റെ നമുക്ക് നേരെ പോകും. അപ്പം ഇപ്പം എന്താ കാര്യങ്ങളുടെ ക്രൗച്ച് ബട്ടൺ യൂസ് നമുക്ക് ക്രൗച്ചിങ് മൂടി പോകാൻ പറ്റും. എന്നിട്ട് സ്ലോ ആവും. ഇതിന് മനസ്സിലാവും. പിന്നെ ഞാനിപ്പം അത് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ മറ്റേ ഇത് ചെയ്യുന്നുണ്ട്. നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങോട്ട് പോവാം. അതെന്താ സാധനം? അവിടെ എന്തോ ഹിപ്പോപ്പൊട്ടാമസാ. ഇത് കുഞ്ഞിപ്പോണെന്നാ തോന്നുന്നത്. എന്നെ കടിക്കുമോ? ഇതൊന്നും അറ്റാക്ക് ചെയ്ത് നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ലേ? ഓ ഗായ്സ്, ഈ ഹിപ്പോപ്പൊട്ടാൻ നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല. പുറകെ കൂടെ പോയിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോവാം. അവിടെ വേറെ വല്ല ജീവിതമുണ്ടോ? ഗായ്സ്, ആ സാധനം കുറച്ചും കൂടെ അടുത്തേക്ക് പോയി നോക്കാം. അത് ആനകൾക്ക് എവിടെ നിന്ന് പണി? അല്ല, ഇവന്മാർക്കൊന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റൂലേ? അല്ല, അപ്പോൾ ഇവന്മാർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. ഇതെന്താ സാധനം? നമ്മൾ അറ്റാക്ക് ചെയ്യോ? അതോ നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല? എന്താ കുറുക്കനാണെന്നാ തോന്നുന്നത്. കുറുക്കൻ ചേട്ടൻ ഒന്നും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഇതെന്താ ഈ അവർ ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഈ സ്ക്രീനൊന്ന്
എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക. എൻ്റെ റെക്കോർഡറിലൊരു ചെറിയ കുഴപ്പം പറ്റും. പിന്നെ നമുക്കിതിങ്ങനെ ആക്കിയിട്ട് ടു വെക്കാനായിട്ടും ടാപ്പ് ഇറ്റ് ആൻഡ് സെലക്ട് ദ ഐറ്റം ഞാൻ ചെയ്തല്ലോ. ഇങ്ങനെന്താ വരാത്തെ? എനിക്കൊന്നും മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ചിലപ്പം നമുക്കത് ഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് കിട്ടത്തില്ലെന്ന്. ഇതിന് ഓരോന്നിനും ഓരോ സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടല്ലോ 10 സെക്കൻഡാ. ക്യാൻസൽ. ഇതെന്താ 3 2 1 വേഗം. ടൈം യെസ് എനിക്ക്. ഓക്കെ പോവാം. ശരി, നമുക്കെന്താ മുന്നോട്ട് പോവാം. ഇവിടെ ടൈമൊക്കെ അറിയാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ഡയറക്ഷൻസ് ഒക്കെ അങ്ങേറ്റത്തുണ്ട് കേട്ടോ. നമുക്ക് നമുക്ക് റിസോഴ്സസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് മനസ്സിലായി. നമ്മൾ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ആ സാധനം കിട്ടും. ഞാനിത് എങ്ങനെ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് തല പോയി ഇരിക്കുമായിരുന്നു. മറ്റേ സാധനങ്ങളൊക്കെ ഇതിനെടുക്കാൻ പറ്റുമോ? എല്ലാത്തിനും പറ്റില്ല, ചില സാധനങ്ങൾ മാത്രമാണ്. ഞാൻ സർവൈവൽ ഗെയിംസിൽ കണ്ടിട്ടുള്ളതാ. ഈ ഐലൻഡ് സർവൈവൽ ഗെയിംസിൽ ഇതിലിങ്ങനെ മരങ്ങളൊക്കെ വെട്ടലുണ്ട്. അതുകൊണ്ട് അങ്ങ് നോക്കാൻ വേണ്ടി പോയി. പെട്ടെന്ന് ഈ ആക്ഷൻ ചെയ്ത് വന്നപ്പം ഇങ്ങനത്തെ വേറെ വല്ലതും ഉണ്ടോ? മണ്ണിരിക്കുന്ന സാധനം അത് ആക്ഷൻ ഡേ ആണോ? ഇത് ഫുള്ളി ഓപ്പൺ വേൾഡ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക്. നല്ല മാപ്പിൻ്റെ കുറേ ഭാഗം ഉണ്ടോ അറിയില്ല. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതെന്താ പുതിയ ഐറ്റം? ഇതെന്താ സാധനം? ഇത് വെച്ച് എന്താ നമുക്ക് ഉപകാരം? ഇത് വെച്ച് എന്താ കിട്ടും? ഗൈസ്, ഇതെന്ന് വെച്ചാൽ തോന്നുന്നു നമുക്ക് സ്റ്റിക്ക് കിട്ടുന്ന വേറെ വല്ലതും ഉണ്ടോ? ഇതെന്താ സാധനം? ഇതിനകത്തൊന്നും കിട്ടി? ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണോ? ഇത് നമുക്ക് മുമ്പ് കിട്ടിയതാണോ? ഇത് കുറച്ച് വലിയൂടെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറേ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സ്റ്റിക്ക് കിട്ടി. ഗൈസ്, ഞാൻ ഇതുവരെ ഇത് വെച്ച് ഇതിനായിട്ട് ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ എങ്ങനെ കളിക്കേണ്ടതെന്ന് പോലും നമുക്കറിഞ്ഞൂടാ. എന്തായാലും ആവട്ടെ. എന്താ സംഭവം? അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ? അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുള്ളത്. ആക്ഷൻ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ 3 സ്റ്റിക്ക്, 1 സ്റ്റോണ്, 1 മഷ്റൂം. ഇതെന്താ ഈ സാധനം എടുക്കാൻ പറ്റുമോ? ഈ സാധനം ആക്ഷനിൽ എടുക്കാൻ പറ്റുമോ? അതെടുക്കാൻ പറ്റില്ല. ആക്ഷൻ ഓക്കെ നമുക്ക് ചുറ്റും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ഇൻവെൻറ്ററി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആയോ നോക്കട്ടെ. ഇതെന്തായാലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നും കാണുന്നില്ലല്ലോ. എന്തിപ്പോൾ ചെയ്യുക? ടൈമാണെങ്കിൽ 10 സെക്കൻഡ്. ഇതെന്താ? ശരി, അതുപോലെ തന്നെ നമുക്ക് കുറേ ജീവികളുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഒരെണ്ണം പോലും നമ്മൾ അറ്റാക്ക് ചെയ്യില്ല എന്നാ തോന്നുന്നത്. ഞാൻ ചുറ്റുമുള്ള വേറെ വല്ല പുതിയ ജീവികളുണ്ടോ എന്ന് ഞാൻ ഇന്ന് ഡിസ്കവർ ചെയ്ത് നോക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചു നമ്മൾ ആക്റ്റീവ് പിടിക്കുമ്പോൾ ഇല്ല, അവിടെ തന്നെ നിൽക്കണം. ഇല്ലെങ്കിൽ മാറിപ്പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് പിന്നെ ചെയ്യാം ഗൈസ്. ഓക്കെ, ലീവ്സ്, ഫൈബേഴ്സ്. ഓക്കെ വേഗം പോവാം. അതെന്താ സാധനം? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെന്താ സാധനം? പുലിയോ? പുലിയെന്ന് തോന്നിയാൽ എന്താ പറയുക, ഇപ്പം നിൽക്കുന്ന ഒരു ഇതില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഇരുണ്ട സമയമാണ് ഇപ്പോൾ, രാത്രിയൊക്കെയാണ് ഇതിനകത്ത്. അല്ല, എന്താ സാധനം? അത് സിംഹമാണോ? സിംഹം നമ്മൾ അറ്റാക്ക് ചെയ്യോ? സിംഹം നമ്മൾ അറ്റാക്ക് ചെയ്യോ? ഓടിക്കോ! ആ സമയത്താണെങ്കിൽ പണ്ടാര ഇൻസ്ട്രക്ഷൻസും ട്യൂട്ടോറിയലും. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ഗൈസ്, ഈ വീഡിയോ അധികം നേരം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല. കാരണം ഞാനാണെങ്കിൽ ഒന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഞാൻ എന്താ ഇതിനകത്ത് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഞാനാണെങ്കിൽ ഇപ്പം ഇതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അടുത്ത 2 ടൈപ്പ് ഓഫ് ഗെയിംസ് ഉണ്ട് എൻ്റെ അറിവിൽ. 2 ടൈപ്പ് ഓഫ് ഗെയിം. ഒന്ന്, നമുക്ക് എപ്പം വേണമെങ്കിൽ കയറി ചെന്നിട്ട് ഇട്ടിട്ട് കളിക്കാൻ പറ്റും, അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ചില ഗെയിമുകളുണ്ട് എൻ്റെ ഗൈസ്, എൻ്റെ പോനോടാവേ, ഇങ്ങനത്തെ ഗെയിംസ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠിച്ചില്ലെങ്കിലേ നമ്മളിവിടെ കൂടെ ഇങ്ങനെ തേരാപ്പാര ഇപ്പം ഞാൻ നടക്കുന്നവരെ നടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു സിംഹം മാത്രം ഇതിനെ നമ്മൾ അറ്റാക്ക് ചെയ്തോളൂ എന്നാണ്. സിംഹത്തിന് അടുത്തേക്ക് പോകുന്ന അത്ര ശരിയല്ല. നമുക്ക് വേറെ വല്ലവനെ കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം നമുക്ക് വേണ്ട. എന്നാലും ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ഇൻവെൻറ്ററിയിലേക്ക് ആഡ് ചെയ്യുന്നതിലേക്ക് അറിയാം. നമുക്ക് വണ്ടിയെടുക്കുന്നത് ഇവിടെ എന്തൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് ഗായ്സ്, നമ്മൾ അറ്റത്തുള്ള സാധനം എന്താണെന്ന് ഞാൻ മനസ്സിലായി. അത് മാപ്പായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്തൊരു ഐറ്റം ഉണ്ട്. എന്താണത്? ഓക്കെ, നമുക്ക് നിന്ന് പോവാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയിട്ടും
രാത്രി ആവാൻ തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അത് പിന്നെ നമുക്ക് ഇതെന്താ സാധനങ്ങൾ അതിന് നേരെ വരുന്നേ? എൻ്റെ അമ്മച്ചേ, സിംഹങ്ങൾ ഇവന്മാർ 3 ആയത്. നേരത്തെ 1 ഉണ്ടായതുള്ളൂ. എൻ്റെ സിംഹം ചേട്ടാ, ഞാൻ നിങ്ങളുമായിട്ട് ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. ഞാൻ ഈ വഴി നടക്കു പോക്കാനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ വെള്ളം വെച്ചു. അവന്മാർ പോയോ? പോയില്ല. പുറകെ തന്നെ ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഓടേണ്ട ആവശ്യമാണ്. ഞാൻ തിരിയാൻ പോലും അവന്മാർ സമ്മതിക്കുന്നില്ല. ഒരു കടി അവന്മാരുടെ കിട്ടിയ നമ്മളെ ഇട്ടാ ആ കാര്യത്തിൽ ഒരു ഒട്ടുമില്ല. ഈ രാത്രി ആയിട്ടുണ്ട്. ഒരു കൂട്ടത്തെയും കാണാനും പറ്റുന്നില്ല. എനിക്കൊന്ന് മുന്നോട്ട് പോട്ടെ. അവന്മാർ പുറകിൽ ഇപ്പോഴും ഉണ്ടാവും. തിരിഞ്ഞ് നോക്കണോ അതോ തിരിഞ്ഞ് നോക്കണോ? എൻ്റെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ഞാൻ. നോക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട്. എന്തിനാട്ടോ മുന്നോട്ട് പോടാം നോക്കിയിട്ട്. ഭാഗ്യ രക്ഷപ്പെട്ടു. അവന്മാരെ വേറെ എവിടെ നിന്നെങ്കിലും വരുമോ? ഇനി ഒരു ദിവസം ഒരു പ്രാവശ്യം നോക്കാം. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ചാടി ഒന്ന് കടിച്ചു കയറി. ഞാൻ ജസ്റ്റ് മിസ്സിനെ ചാവാതിരുന്നത്. അല്ല, ഇതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ലൈഫ് ഭയങ്കര കുറവ്. ഇതിപ്പോൾ എങ്ങനെ കൂട്ടുക? പിന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് വിശപ്പാണെന്നാണ്. നമുക്ക് ഇതിനകത്തൊന്ന് വെച്ചിട്ട് നമുക്ക് ജമ്പ് ബട്ടൺ വെച്ചെന്താ ഉപകാരം? വാട്ടറിൻ്റെ മണ്ടയിലേക്ക് ചാടാൻ പറ്റും. നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. കുറച്ചുകൂടി താഴേക്ക് പോവാം. ജമ്പ് ചെയ്ത് കളിക്കുന്ന രസമുണ്ട്. ഇതെന്താ ലങ്സിൻ്റെ അത്? ഇനി നമുക്ക് ലങ്സിന് നല്ല കുഴപ്പമുള്ളതാണോ? തിരിയടോ, തിരി. പുറകോട്ട് വരുന്നെങ്കിൽ കയറ്. രക്ഷപ്പെട്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എനിക്ക് ഒന്നും തോന്നുന്നില്ല. നമുക്ക് മുന്നോട്ട് പോവാം. എന്നൊക്കെ അപ്പോൾ നോക്കട്ടെ. നമുക്ക് ഇവിടെ അടുത്ത് എവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് വാട്ടർ ആവശ്യമുണ്ട്. പിന്നെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും വേണം. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് നമുക്ക് ചോദിക്കുവാണെങ്കിൽ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നു ഗൈസ്, ഞാൻ അങ്ങോട്ടൊന്ന് പോകാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന അതിൻ്റെ അപ്പുറത്തൊരു ലീക്ക് ഉണ്ടത്. അതവിടെ എന്തോ സാധനം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് കുറച്ച് രാത്രി ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഒരു ലീക്കാണോ? അത് ലീക്കാണോ നോക്കട്ടെ. അത് ലീക്കാണോ? അല്ല, അതല്ല ലീക്കല്ല. നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ എന്തെങ്കിലും ഇവിടെ കുറേ സാധനം ഉണ്ടല്ലോ. ഇതൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഗൈസ്, നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എനിക്കൂലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യാനാ? പിന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ പോലെ 8 മിനിറ്റ് അല്ല, അത് ഭയങ്കര ചെറുതായി പോയെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റുള്ള വീഡിയോ അത് മതിയാവും. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഇതൊന്നും ചെയ്തിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഈ അണ്ടർഗ്രൗണ്ട് ചെയ്ത് ഈ ലങ്സ് ഫില്ലാവുമോ? നമ്മൾ മരിക്കുമല്ലോ ചെയ്യുമോ എന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും പോട്ടെ. ഇതിനകത്തിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് കുടിക്കുക? വെള്ളം കുടിച്ച് ഞാനിപ്പോൾ ചത്തും വെള്ളം കുടിക്കാതെ. ഇനി വെള്ളം കുടിക്കാതെ ചത്തുപോയെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുക? ഇതിപ്പോൾ പക്ഷെ എനിക്ക് ഒറ്റ മിനിറ്റ്, നമ്മൾ ഇൻ്റർവെൻട്രിയിൽ ഈ പെട്ടി ബോക്സിനകത്ത് വല്ലതും കിട്ടുമോ? അതിനകത്ത് വല്ലതും കിട്ടുമോ? ഞാൻ ഈ പെട്ടി ബോക്സ് ഇപ്പോൾ എവിടുത്തെ ദൂരെ നിന്ന് എപ്പോഴോ കണ്ടതാണ്. നമുക്കിതിപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ എടുക്കുക? നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് എപ്പോഴും. എനിക്കത് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി നമുക്കതാ ഈ താഴെ കൂടെ 5 കോളം ഉണ്ടാകുന്ന സംഭവം. ഒറ്റ മിനിറ്റ്. ഗായ്സ്, നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെൻട്രിയിലേക്ക് ഇത് കയറുമോ? വെറുതെ അല്ലേ, ഇവന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അപ്പോൾ നമുക്ക് ഈ ബക്കറ്റ് എടുത്ത് കോരാൻ വേണ്ടി പറ്റുമോ വാട്ടർ? എനിക്ക് അങ്ങനെ ഒരു ഷൗട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൈറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ ആവാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ കുറച്ച് മറ്റേതിനൊക്കെ ഓക്കെ. ഇത് ലാപ്ടോപ്പിൽ കളിക്കേണ്ട ഗെയിം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലാപ്ടോപ്പിലെ മൂവ്മെൻറ്റുകൾ പോലെയാണ് എൻ്റെ മൂവ്മെൻറ്റ്സ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓഷൻ അത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുമോ? ഓഷൻ്റെ ഉപ്പുവെള്ളമല്ലേ? ചിലപ്പോൾ മറ്റേ ആസിഡ് കയറിയിട്ട് ഇനിയിപ്പോൾ ഉപ്പുവെള്ളം മാറിയിട്ട് റിയൽ വെള്ളമായെന്ന് ആർക്കും അറിയാൻ പറ്റും. ഇത് ഓരാൻ പറ്റുമോ? ഇതിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ജമ്മ് ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രഷ് വാട്ടർ കിട്ടി. എന്താ നമുക്ക് ആഡ് ചെയ്യാം. ഗൈസ്, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് പിന്നെ വരുന്നു. ക്ലാസിക് ഗെയിമേഴ്സ്, ബൈ.